എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 3 BHK ഇരുനില വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് കാവുംപുറത്ത് പുതുതായിട്ട് പണി കഴിപ്പിച്ച ഒരു ഇരുനില വീട് നമുക്ക് കൊടുക്കാനുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് നിൽക്കുന്ന നമുക്ക് 25 വീടുകളോട് ചേർന്ന് വലിയൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വരുന്നത്. ഇവിടെ നമ്മുടെ റോഡ് വന്നിട്ട് 5 മീറ്റർ നമുക്ക് റോഡ് വരുന്നുണ്ട്. ഫുൾ നമുക്ക് ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു 50 മീറ്റർ നടക്കാനുള്ള ദൂരം മാത്രമേ വരുന്നുള്ളൂ ഈ വില്ലക്കകത്തോട്ടുള്ള ദൂരം. ഈ വില്ലയ്ക്കകത്ത് ഈ വീടല്ലാതെ വേറെയും കുറച്ച് വീട് നമുക്ക് കൊടുക്കാനുണ്ട്. ഏകദേശപ്പെട്ട വീടെല്ലാം സോൾഡ് ആയിട്ടുണ്ട്. മിക്ക വീട്ടിലും ആൾ താമസവും വരുന്നുണ്ട്. ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് 3 സെൻറ്റ് വന്നിട്ട് സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1500 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 3 വലിയ ബെഡ്റൂമാണ് വരുന്നത്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് വലിയൊരു കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർപോർ ചേരി വരുന്നുണ്ട്. മുറ്റത്ത് നമുക്ക് നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീടിൻ്റെ 3 ചുറ്റും നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ വീട് ഫേസ് ചെയ്യുന്നത് നമുക്ക് കിഴക്ക് ദർശനത്തിലാണ് വീട് ഫേസ് ചെയ്യുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 64 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നമുക്ക് നെഗോഷ്യബിളാണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. വീട്ടിലെ ഗേറ്റ് വന്നിട്ട് ഒരു വലിയൊരു സ്ലൈഡിങ് ഗേറ്റും വരുന്നുണ്ട്. നമ്മുടെ ഒരു നോർമൽ മടക്ക് ഗേറ്റും വരുന്നുണ്ട്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്. ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ പോകാൻ 10 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് എയർപോർട്ട് പോകാൻ 13 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അത്യാവശ്യം നമുക്ക് ചെറിയൊരു ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ബൈക്കൊക്കെ സെപ്പറേറ്റ് വയ്ക്കാൻ വേണ്ടി അതിനൊരു സ്പേസ് വരുന്നുണ്ട്. നല്ല പ്രീമിയം ലുക്ക്, നമുക്ക് നല്ല പ്രീമിയം ക്ലാസിക് ലുക്ക് തോന്നുന്ന രീതിയിലാണ് നമ്മുടെ ഡിസൈനും പെയിൻറ്റിങ്ങും എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റൗട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് വരുന്നുണ്ട്. 4 സീലിംഗിൻ്റെ സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. വീട്ടിലെ ഫ്രണ്ട് വുഡെല്ലാം വന്നിട്ട് നമുക്ക് പ്ലാവാണ്. നല്ല ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ ഹാളും. ഡൈനിങ് സെക്ഷൻ നമുക്ക് സെപ്പറേറ്റ് ആണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഹാള്, നമ്മുടെ TV യൂണിറ്റോട് ചേർന്ന ഹാള്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗിലെല്ലാം തന്നെ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റാണ് വരുന്നത്. അകത്തെ കളറെല്ലാം വന്നിട്ട് നമ്മൾ നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. വീട്ടിൽ നമുക്ക് CCTVയുടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. സോളാറിൻ്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 3 ഫേസ് ആണ് നമ്മുടെ ലൈൻ കണക്ഷൻ വന്നിട്ട്. ഈ കാണുന്നത് നമ്മുടെ TV യൂണിറ്റ് ഏരിയ. ഇത്ര ഇഞ്ച് TV ആണ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന വി ഗാർഡാണ്. നമ്മുടെ സ്വിച്ചെല്ലാം വന്നിട്ട് ഹൈഫൈയുടെ സ്വിച്ചാണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂം, അങ്ങനെ മൊത്തം നമുക്കിവിടെ 3 വലിയ ബെഡ്റൂമാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ. അത്യാവശ്യം വലിയൊരു ഡൈനിങ് ഇടാൻ പറ്റിയ ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 സീലിംഗ് വരുന്നുണ്ട്. 4 സീലിംഗ് സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫിറ്റിങ്സ്, നമ്മുടെ വാഷ് ബേസിൽ ഫിറ്റിങ്സ് വന്നിട്ട് ജാഗുവറാണ് വരുന്നത്. ഡൈനിങ് സെക്ഷനിൽ നിന്നും അടുത്ത് വരുന്നത് നമ്മുടെ ഓപ്പൺ കിച്ചണാണ്. കിച്ചണിലോട്ട് വരുന്നിടത്ത് വലിയ രീതിയിൽ തന്നെ ഒരു പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. കബോർഡ് വർക്ക് ചെയ്ത് പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. ഓപ്പൺ കിച്ചണിലെ ടൈൽ വന്നിട്ട് ഫ്ലോർ ടൈൽ വന്നിട്ട് 4x2 ഫ്ലോർ ടൈലാണ് വരുന്നത്. നല്ല ഗ്രിപ്പുള്ള ടൈലാണ്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ബാക്കിൽ നമുക്കൊരു വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട്. കിച്ചണിലെ ഫിറ്റിങ്സ് എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത്. കബോർഡ് വർക്കിന് ഉപയോഗിക്കുന്ന നല്ല പ്രീമിയം ബോർഡിട്ടാണ് നമ്മുടെ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒന്ന് കാണുമ്പോഴേ ഈ വീടിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്താൻ പറ്റുള്ളൂ. ഈ ബഡ്ജറ്റിൽ വരുന്ന വേറെയും കുറച്ച് വീട് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാനുണ്ട്. കിച്ചണിൽ നമുക്ക് ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. അടുപ്പ് കത്തിക്കാൻ വേണ്ടി നമുക്ക് ഗ്യാസ് സ്റ്റവ് കത്തിക്കാൻ വേണ്ടി നമുക്ക് കിഴക്ക് ദർശനത്തിനാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ നിന്ന് ബാക്ക് സൈഡിൽ നമുക്ക് വലിയൊരു വർക്ക് ഏരിയ വരുന്നുണ്ട്. ബാക്ക് സൈഡിലാണ് നനകല്ല് വരുന്നത്. ബാക്ക് സൈഡിലാണ് നമുക്ക് നനകല്ല് വരുന്നത്. ബാക്ക് സൈഡിൽ കിണർ വരുന്നുണ്ട്. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ വെള്ളം, നമുക്ക് കിണറ്റിൽ നല്ല രീതിയിൽ തന്നെ വെള്ളം വരുന്നുണ്ട്. നമുക്ക് വലിയ രീതിയിൽ തന്നെ ഉറയൊന്നും വരുന്നില്ല. നല്ല ഉറച്ച മണ്ണ്, നമ്മളെ ഫ്ലോട്ടിരിക്കുന്ന നല്ല നിരന്ന ഫ്ലോട്ടിലാണ്, നല്ല ഉറച്ച മണ്ണിലാണ് വീടിരിക്കുന്നത്. കിണറ്റിൽ നമുക്ക് 3 ഉറയാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട് കിണറ്റിൽ. വീടിൻ്റെ 3 ചുറ്റും നമുക്ക് നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ വർക്ക് ഏരിയ. വീടിനോട് ചേർന്ന് നമുക്ക് ബാക്ക് സൈഡിൽ വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഒരു വാഷ് ബേസ്, ചെറിയൊരു വാഷ് ബേസിന് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഫിഷും കാര്യങ്ങളെല്ലാം തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ ചെയ്തിട്ടുള്ളത്. പുകയില്ല ആലുവ അടുപ്പാണെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഹാളിൽ നിന്നും വരുന്ന ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. ബെഡ്റൂമിലെ ഡോറുകൾ, നമ്മുടെ അകത്തെ ഡോറുകളെല്ലാം തന്നെ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12x10 ബെഡ്റൂമിൻ്റെ സൈസ്. ഇവിടെ നമുക്ക് 4x2 ടൈലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂമിൽ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ബെഡ്റൂമിലെ സീലിംഗ് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്പോട്ട് ലൈറ്റാണ് വരുന്നത്. ബെഡ്റൂമിലെ കളർ ആയിരുന്നാലും നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. വാഷ്റൂമിലെ ഡോറെല്ലാം നല്ല ഹൈ ക്വാളിറ്റി ഡോറാണ് നമുക്ക് വാഷ്റൂമിൽ ആഡ് ചെയ്തിട്ടുള്ളത്. വാഷ്റൂമിലെ ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് നമുക്ക് സെറയാണ്.
ഫിറ്റിങ്സ് ഫുള്ളും സെറയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. സ്റ്റെയറിലെ ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന ജിയോ പൈപ്പിലെ മാറ്റ് ബ്ലാക്ക് പെയിൻറ്റും നമ്മുടെ ഹാൻഡിൽ പിടി വന്നിട്ട് വുഡാണ്. ഇത് നമ്മുടെ ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറുന്നിടത്ത് നമുക്കൊരു പർഹോള വരുന്നുണ്ട്. അത്യാവശ്യം അകത്ത് നമുക്ക് ലൈറ്റ് ഇട്ടില്ലെങ്കിലും പകൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രകാശം ലഭിക്കുന്നതിന് അത്യാവശ്യം നല്ല ലൈറ്റ് കളറാണ് വീടിൻ്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഹാള്. വലിയൊരു ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ഈ സൈഡിലാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ടി വി യൂണിറ്റ്, അഡീഷണൽ ടി വി യൂണിറ്റ്, കമ്പ്യൂട്ടർ സ്റ്റാൻഡ് എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയ വർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ വർക്ക് ചെയ്യണമെങ്കിൽ അതെല്ലാം നമ്മൾ ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്, ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂം, അങ്ങനെ മൊത്തം 3 ബെഡ്റൂമാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഇത് നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂമിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. കബോർഡ് വർക്ക് 3 പാളിയിലെ വലിയൊരു കബോർഡ് വർക്കാണ് വരുന്നത്. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. വാഷ്റൂമിലെ ഫിറ്റിങ്സ് ഫുള്ളും വരുന്നത് നമുക്ക് സെറയാണ്. അത്യാവശ്യം വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ്. നമ്മുടെ വേൾഡ് ഹൗസ് എന്നുള്ള വില്ല പ്രോജക്റ്റിൽ നമ്മുടെ വീട് വാങ്ങുന്നവർക്ക് അഡീഷണൽ ഫിറ്റിങ്സ്, അഡീഷണൽ വർക്കൊക്കെ ചെയ്യുന്നെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 20x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4 പാളിയിലെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റാണ് വരുന്നത്. നമ്മുടെ 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂമിൽ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 4 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കാണ് വരുന്നത്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് നമുക്കൊരു അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ഡ്രസ്സിംഗ് റൂമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കർട്ടനിട്ട് ഇവിടെ ചെറിയൊരു കബോർഡ് വർക്ക് ചെയ്താൽ ഇത് നമുക്ക് ചെറിയൊരു മേക്കപ്പ് റൂമോ അല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സിംഗ് റൂമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂമും. വാഷ്റൂമിലെ ഫിറ്റിങ്സ് ഫുള്ള് നമുക്ക് സെറയാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് ബാൽക്കണിയിലോട്ട് പോകുന്ന ഡോറാണ്. നമുക്കിവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ്, നമ്മുടെ ഹാളിൽ തന്നെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് നമ്മുടെ ബാൽക്കണിയിലാണ് നമ്മുടെ ടെറസിലോട്ട് പോകുന്ന സ്റ്റെയർ വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് ടെറസിൽ പോയി ഡ്രസ്സ് വിരിക്കാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മുടെ ബാൽക്കണി. വലിയൊരു ബാൽക്കണിയാണ് വരുന്നത്. ബാൽക്കണിയിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഹാൻഡിൽ വർക്ക് ചെയ്യുന്ന ജിയോ പൈപ്പിൽ ബ്ലാക്ക് മാറ്റ് പെയിൻ്റാണ് ചെയ്തിട്ടുള്ളത്. തൂണുകളിലെല്ലാം തന്നെ നമുക്ക് ഗ്ലാഡിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്ലാഡിംഗ് വർക്കിൽ നമ്മുടെ വുഡിൻ്റെ ഡിസൈൻ എന്ന ടെയിലാണ് വരുന്നത്. ഇവിടെ നമ്മുടെ അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. ബാൽക്കണിയിൽ നിന്നാണ് നമുക്ക് ടെറസിലോട്ട് പോകുന്ന സ്റ്റെയർ വന്നിട്ട്. ടെറസിൽ നമുക്ക് 2 ടാങ്ക്, 500 ലിറ്ററിൻ്റെ 2 ടാങ്കാണ് വരുന്നത്. അതിലൊന്ന് നമ്മുടെ ലൈൻ കണക്ഷൻ്റെയും ഒന്ന് നമ്മുടെ കിണറിൻ്റെയും, അങ്ങനെ നമുക്ക് 2 ടാങ്കാണ് വരുന്നത്. മെയിൻ റോഡിൽ നിന്ന് നമുക്ക് 50 മീറ്റർ നടന്നു വരാനുള്ള ദൂരം മാത്രമേ നമുക്ക് വില്ലയ്ക്കത്തോട്ടുള്ള ദൂരം വരുന്നുള്ളൂ. ഈ വീടിരിക്കുന്ന വില്ല സ്റ്റാർട്ട് ചെയ്യുന്ന 6ാമത്തെ വീടാണ് ഈ വീട് വന്നിട്ട്. ഈ വീടിൻ്റെ ഡീറ്റെയിലാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വീട് നിൽക്കുന്നത് നമുക്ക് 3,100 സെൻറ്റ് വന്നിട്ട്. സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1500 സ്ക്വയർ ഫീറ്റിൽ പണിയെടുപ്പിച്ച വീടാണ്. 3 വലിയ ബെഡ്റൂം വരുന്നുണ്ട്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് വലിയൊരു കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. വീട് ഫേസ് ചെയ്യുന്നത് നമുക്ക് കിഴക്ക് ദർശനത്തിനാണ്. വീട്ടിൽ നിന്നും തമ്പാനൂർ പോകാനുള്ള ഡിസ്റ്റൻസ് വന്നിട്ട് 10 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ നിന്ന് നമുക്ക് തമ്പാനൂർ പോകാൻ 13 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 64 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ വേൾഡ് ഹൗസ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീടിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.